ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് റോസ്മേരി ചിക്കൻ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നീട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി വാടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നേരിയ രീതിയിൽ കട്ട് ചെയ്ത സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോളയെല്ലാം ഒന്ന് വാടി ഒരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ ഒരു 8 മിനിറ്റ് സമയം കൊണ്ട് തന്നെ സവോളയെല്ലാം നല്ലതുപോലെ വാടി വരും. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സവോളയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരുന്നത് വരെ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം സവോളയെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്തേക്ക് റോസ്മേരി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1 സ്പൂൺ റോസ്മേരിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കസൂരി മേത്തിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും കസൂരി മേത്തിയും റോസ്മേരിയും ഇവയെല്ലാം നല്ലതുപോലെ ഒരു മസാലയ്ക്കകത്ത് മിക്സ് ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. സവോളയെല്ലാം ഏകദേശം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവോളയ്ക്ക് ഇങ്ങനെ വാടി വന്നതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 2 തക്കാളി ചതുര കഷ്ണങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി എല്ലാം വെന്ത് ആ ഒരു മസാലയ്ക്കകത്തൊന്ന് മിക്സ് ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് ആ ഒരു മസാലയ്ക്കകത്ത് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടി മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 3 ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അല്പം അതിനുശേഷം ചിക്കൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ മസാലപ്പൊടിയെല്ലാം അതിൻ്റെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. മസാലയെല്ലാം പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/4 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് അല്പം വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും സോസും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലപോലെ ഒരു മസാലയും സോസും ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മസാലയ്ക്കകത്ത് സോസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം വേണം ഇനി ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കഴുകി പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ അത് ഞാൻ കാണിച്ചതാണ്. അത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലെല്ലാം ഈ ഒരു മസാല എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയമെങ്കിൽ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ചിക്കൻ പീസിലെല്ലാം ആ ഒരു മസാല നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.
ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനകത്ത് ഓൾറെഡി വെള്ളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അല്പം കസൂരി മേത്തിയും കൂടെ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മൂടി ഒന്ന് തുറന്നു നോക്കാം. ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ ഒരു മൂടി അടച്ചു വെച്ച് ഇത് ഒരു 10 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിക്കേണ്ടതാണ്. ഇപ്പൊ ഏകദേശം ഒരു പകുതി മാത്രമേ നമ്മുടെ ചിക്കൻ വെന്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി ഒരു 10 മിനിറ്റ് സമയം കൂടി നമുക്ക് ഇതൊന്ന് വേവിക്കേണ്ടത്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിനകത്ത് അല്പം വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് അടച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് സമയം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമുക്ക് വീണ്ടും മൂടി വെച്ചതെന്ന് അടച്ച് 10 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ റോസ്മേരി ചിക്കൻ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു റോസ്മേരി ചിക്കൻ മസാല അല്പം ഗ്രേവി കൂട്ടിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രേവി കുറച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് മല്ലി ഇല ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ മറക്കാതെ ഒന്ന് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു റോസ്മേരി ചിക്കൻ മസാല വളരെ രുചികരമായ രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കറിയാണ്. Don't push back. Oh. Don't push